അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കണതെന്ന് അറിയണ്ടേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ കടലക്കറി കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് ഇന്നൊരു പ്രത്യേകതയുണ്ട്, വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ കേരള സ്റ്റൈലൊരു വറുത്തരച്ച കടലക്കറി. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടല വേവിച്ച് വെച്ചായിരുന്നു. ഇഞ്ചിയും പച്ചമുളകും സവാള അരിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ട് വേവിച്ച് വെച്ച്, പിന്നെ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ആറാൻ വെച്ചിട്ടോ വെള്ളവും കൂടി. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങ ഒരുവിധം നല്ലോണം വറുത്തെടുക്കണം. ഒരുവിധം ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിട്ട് മസാല ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇറക്കി വെക്കാം. അത് ആറിയിട്ട് അരച്ചാൽ മതി. നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ഇങ്ങനെ കടലക്കറി വെക്കുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡും കിട്ടും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഈ കടലക്കറി ഇഷ്ടം, എനിക്കും അതെ. മറ്റേതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് വറുത്തരച്ച് വെക്കുമ്പോഴാണ്. അധികം തേങ്ങയൊന്നും ചേർക്കേണ്ട, കുറച്ച് തേങ്ങ ചേർത്താൽ മതി. അതാകുമ്പോൾ എല്ലാവർക്കും കൂട്ടുകയും ചെയ്യുക. കറി കുറച്ച് അധികം ഉണ്ടാവുകയും ചെയ്യും. ചാറൊക്കെ നല്ല കട്ടിക്കിരിക്കും. മറ്റേ പടക്ക് വെച്ചാൽ ലൂസായിട്ട് കിടക്കില്ല, പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നല്ല കട്ടിക്കിരിക്കും. അപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ട്. ഇനിതേ ഞാൻ മാറ്റി വെച്ച കടലയില്ലേ, അത് അതിട്ടിടുക, വെള്ളവും കൂടി അതും കൂടി കൂട്ടി അരക്കുമ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി നല്ല കട്ടയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് വെളുത്തുള്ളിയും ഉള്ളി മാത്രം ഇട്ട് എടുക്കണമല്ലോ. വേപ്പിലയെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും സാധനങ്ങളും നമ്മൾ മറ്റേ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ, സവാളയൊക്കെ. അതുകൊണ്ട് ഇനി ഇതിലൊന്നും ചേർക്കണില്ല. എന്നിട്ട് ആ അരപ്പ് ഒഴിച്ചിട്ട് അരപ്പ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം വറുത്തതാണ്, മൂത്തതാണ് മസാല എല്ലാം. എന്നാലും അരപ്പ് ഒന്നും കൂടി മൂത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കടലയിടാം. കടലയിട്ട് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ.